ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ, ജനന തീയതി വെച്ചിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 1. താങ്ക് യു. പായൽ നമ്പർ 1. താങ്ക് യു. Page of Pentacles, King of Wands in the energy, 5 of Wands, Ace of Pentacles in the energy. ബാക്കിൽ വന്നിട്ട് ജഡ്ജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ 7 ഓഫ് വോൺസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കണ സമയത്ത്, ഉള്ളിലോട്ട് എടുക്കണ സമയത്ത് അതെനിക്ക് ആവശ്യമുണ്ടോ, അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ക്ലാരിറ്റി, വ്യക്തത ഇന്നത്തെ ദിവസം അത്യാവശ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്യൂഷൻസ് നിങ്ങളെ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കുറച്ച് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട എനർജിയാണ്. നിങ്ങളുടെ സ്റ്റാൻഡിൽ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഫിഡൻസിൻ്റെ എനർജി. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്, പുതിയ അവസരങ്ങളാണ്, പുതിയൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു എനർജി ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ കിങ് ഓഫ് വോൺസ് വന്നിട്ടും എഗെയിൻ ആ ഒരു സ്ട്രോങ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും ട്രിഗേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു 5 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഇത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, ഒപ്പീനിയനിൽ എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, അങ്ങനെ കുറേ നാളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അൺബാലൻസ് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു എനർജി കൂടെ നിങ്ങൾ കുറച്ച് നാളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്, അത് കുറച്ച് പേര് ശ്രദ്ധിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങൾക്കുള്ള ഹീലിംഗ് അഡ്വൈസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ടഫായിട്ടുള്ള, ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ എന്ത് അഡ്വൈസ് ആണുള്ളത് പായൽ നമ്പർ 1 വന്നിട്ട്. താങ്ക് യു. എക്സസൈസ് ഈസ് കീ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ എനർജി ലോ ആയിട്ടിരിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല, ഒരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ആ ഒരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, പെട്ടെന്ന് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊന്ന് വർക്ക് ചെയ്യാനായിട്ട്, ഹീലിംഗ് എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ എന്തെല്ലാം ആവശ്യമാണോ ഉള്ളത്, ഓക്കെ, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഓൺലൈനിൽ ഒത്തിരി എക്സസൈസ് പ്രോഗ്രാംസ് ഉണ്ട്, യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ചൂസ് ചെയ്തിട്ട് ഡെയിലി ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളുടെ എനർജി കൂട്ടാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 2. Hermit. Three of Pentacles. Wow. Empress in the energy. Three of Cups in the energy. ബാക്കിൽ വന്നിട്ട് ടെമ്പറൻസ് ആണ്. സ്റ്റാറിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം മെയിനായിട്ട് ഈ ഒരു ടെമ്പറൻസിൽ പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹൈ വൈബ്രേഷൻ എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എനർജീസിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം നിങ്ങളുടെ ഹാർട്ട് ചക്ര പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവിടെയും ശാന്തിയും സമാധാനം അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറേ കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർ കാർഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് സോളാർ പ്ലെക്സസ് ചക്രയുടെ ഹീലിംഗ് ആയിരിക്കാം. ഓക്കെ, കോൺഫിഡൻസിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. ഒത്തിരി ഡീപ്പായിട്ടുള്ള ഒരു എന്താ പറയുക റിസർച്ച് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് നടത്തുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയും ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ട്. ഹെർമിറ്റും അതാണ് കാണിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പേസിലിരുന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഡീപ്പായിട്ടുള്ള എനർജിയിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഒരു പവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അവരെന്താണ് പറയുന്നത്, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, തൻ്റെ കൂടെയുണ്ടോ, അതെല്ലാം ഒത്തിരി ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഒരു മെയിൻ സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. കാര്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷ, ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി ഹീലിംഗ് എനർജി അല്ലെങ്കിൽ ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 333യുടെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഒത്തിരി ഡിവൈൻ എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചിലപ്പോൾ ഒത്തിരി സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, നിങ്ങൾ ചിലപ്പോൾ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അവിടെ നിന്നിട്ട് ആ ഒരു എനർജി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലായിരിക്കാം ഇപ്പോൾ ഉള്ളത്. കുറേ കൂടെ പഠിക്കുക, കുറേ കൂടെ ജ്ഞാനം നേടുക. കുറച്ച് പേർക്ക് ഇത് അക്കാഡമിക്കലി ആയിരിക്കാം, പ്രൊഫഷണലി ആയിരിക്കാം. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ആ പോസിറ്റീവ് എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എംപ്രസിൻ്റെ എനർജിയിൽ വന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ റൈറ്റിംഗ്, കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. കുറച്ച് പേര് ജേർണലിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. സൊസൈറ്റിയിൽ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് കടന്നു വരുന്നതാണ്. ഒത്തിരി അബൻഡൻസ്, പ്രോസ്പെറിറ്റിയുടെ എനർജി. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫെമിനിൻ എനർജിയിലുള്ള ഹീലിംഗ് ആയിരിക്കാം. നിങ്ങളെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ ടൈം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അതിലൊത്തിരി ചേഞ്ചസ് വരുന്നതായിട്ടും ഇനി വരുന്ന സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആ ഒരു ചേഞ്ചസ് ഓൾറെഡി ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട്, നിങ്ങളുടെ നീഡ്സിന്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം.
ഓക്കെ, അതും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള അബണ്ടൻസിന് വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക, താങ്ക്സ് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട്, നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനോട് കുറച്ചും കൂടെ കണക്ട് ചെയ്തിരിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് വരുന്നുണ്ട്, എന്തെങ്കിലും ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സാഡ്നെസ്സിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിൽ എന്ത് അഡ്വൈസ് ആണുള്ളത് നോക്കുക. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ച്, എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അഡ്വൈസ് ആണുള്ളത്. താങ്ക് യു. പൈൽ നമ്പർ 2. Message. Dear Archangel Raphael, please help me know that I deserve to receive messages and other self-care treatments. ഇവിടെ ഞാൻ എംപ്രസിൽ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ട്. അപ്പോൾ ആ ഒരു സെൽഫ് കെയർ റുട്ടീൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ ഹെയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് ഗുഡ് നൈറ്റ് സ്ലീപ്പാണ്. ഓക്കെ, നന്നായിട്ട് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫാണ്, ആ ഒരു സത്യം, ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ വന്നിട്ട് ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഹീലിംഗ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് എഗെയിൻ ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹോർമോണൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയുടെ ഹീലിംഗ് ആയിരിക്കാം. കുറച്ചും കൂടെ കോൺഫിഡൻസിൽ അല്ലെങ്കിൽ പേടി, ഫിയർ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.